പ്രധാനമായും ഞാൻ മലമ്പുഴ ഡാമിലേക്ക് എത്തിയതാണ് കേട്ടോ. ഈ ഗാർഡൻ കാണുക, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു യക്ഷി ഉണ്ടല്ലോ, യക്ഷിയെ കൂടി കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കേട്ടോ മലമ്പുഴ ഡാം കാണാം പശ്ചാത്തലത്തിൽ. അടിപൊളിയാണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ആദ്യമായിട്ടാണ് ഇവിടെ മലമ്പുഴ ഡാമിൽ കേട്ടോ. നമ്മൾ ഇന്നലെ പോയ ഡാമില്ലേ, ആലിയാർ ഡാം, അവിടുത്തെ ഗാർഡനൊക്കെ ഇതിൻ്റെ ഒന്നുമല്ല കേട്ടോ. ആലിയാർ ഡാമിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് 30 രൂപ മാത്രമേ ഉള്ളൂ ഉപയോഗിക്കുന്നതിന്, നമ്മൾ ഇവിടെ വരുന്നതിന് കേട്ടോ, എൻട്രി ഫീ എന്ന് പറയുന്നത്. പിന്നെ ക്യാമറ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 100 രൂപ, വീഡിയോ ക്യാമറ ആണെങ്കിൽ അത് 1000 രൂപയായിട്ട് മാറും. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് മൊബൈൽ മതി. അല്ലേ, എന്താ ഭംഗി അറിയോ, അടിപൊളിയാണ്. ശിവനാണോ വിഷ്ണുവാണോ എനിക്കറിയുന്നില്ല കേട്ടോ. അല്ല, വിഷ്ണു അല്ല, ശിവനും അല്ല, കൃഷ്ണനാണോ തോന്നുന്നു, ശ്രീകൃഷ്ണൻ അല്ലേ. എനിക്ക് ദൈവങ്ങളുടെ പേരൊന്നും അറിയില്ല കേട്ടോ. കൊള്ളാം, അടിപൊളി. ഞാൻ എവിടെ കണ്ടാലും ഷൂട്ട് ചെയ്യുന്ന ഒരു ഫ്ലവറാണ് ബോഗൻവില്ല. എന്തോ ഒരു ബോഗൻവില്ലയോട് എനിക്കൊരു ക്രഷ് ഉണ്ട്. ഹൈബ്രിഡ് ചെമ്പരത്തി പൂക്കൾ അതൊക്കെ വളർന്നു വരുന്നതല്ലോ കേട്ടോ. പ്ലുമേരിയ ആൽബ, അങ്ങനെയാണ് കേട്ടോ ഈ ചെമ്പകത്തിൻ്റെ പേര്. ആൽബ എന്ന് ഉദ്ദേശിക്കുന്ന വൈറ്റാണ്, വൈറ്റ് കളർ. പണ്ട് ബോട്ടണി പഠിക്കുന്ന സമയത്ത് പഠിച്ച പേരാണ് ഇതൊക്കെ. പ്ലുമേരിയ ആൽബ, പ്ലുമേരിയ റുബ്ര. റുബ്ര മീൻസ് റെഡ്. അങ്ങനെ 2-3 വെറൈറ്റീസ് ഉണ്ട് കേരളത്തിൽ കാണുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ കോമൺലി കാണുന്നത് പ്ലുമേരിയ ആൽബ, എൻ്റെ ഈ പുറകിൽ കാണുന്നത് കേട്ടോ. നല്ലൊരു മഴ പിടിക്കുന്നുണ്ട് കേട്ടോ. പണി കിട്ടുമോ എന്നാണ് സംശയം. ഞാൻ ഇന്നലെ പൊള്ളാച്ചി പോയിട്ടും മഴയൊന്നും കിട്ടിയില്ല, മഴ കൊള്ളേണ്ടി വന്നില്ല. മഴ ഉണ്ടായിരുന്നു കേട്ടോ, വാൽപ്പാറ ഭാഗത്തേക്കൊക്കെ നല്ല മഴയായിരുന്നു. നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ആളുകളൊക്കെ തിമിർക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ എൻട്രി എവിടെ നിന്നാണ്, ആൾക്കാരെ നോക്കുന്നുണ്ട് എന്നെ താഴെ നിന്ന് വീഡിയോ എടുക്കുന്നത്. മുകളിലോട്ട് പാടാന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരേ സമയം ഒരുപാട് പേർക്ക് പോകാം കേട്ടോ, 2 സൈഡുമായിട്ട്. ഇത് കാലി വണ്ടിയൊക്കെ വരുന്നുണ്ട്, അതിനകത്ത് ആളില്ല, കയറണം. മലമ്പുഴ ഡാം അടിപൊളിയല്ലേ. നാല് ഷട്ടറുകളാണ് കേട്ടോ മലമ്പുഴ ഡാമിനുള്ളത്. ഇതിനപ്പുറത്തോട്ട് ഉണ്ടോയെന്നറിയില്ല കേട്ടോ ഷട്ടർ. നാല് ഷട്ടറുകളിൽ 2 പൊക്കിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടെങ്കിലും. പക്ഷെ വെള്ളമില്ലാത്തതുകൊണ്ടാണ്. മലമ്പുഴ ഡാമിൻ്റെ ഷട്ടറുകൾ 4 അതുപോലെ തന്നെ തൂക്കുപാലം അപ്പുറത്തോട്ട് കിടക്കാനായിട്ട്. അടിപൊളിയല്ലേ. ഇതെങ്ങ് അവിടെയായിട്ട് നമ്മുടെ യക്ഷി സ്തൂപം കാണാം കേട്ടോ. അവിടെ പോകണം നമുക്ക്. ഡാമിൽ വെള്ളം നിറയുമ്പോൾ ഷട്ടർ തുറക്കുന്ന സമയത്തെ ഈ വഴിയാണ് കേട്ടോ വെള്ളം പുറത്തോട്ട് പോകുന്നത്. ഒരു പുഴയുടെ അത്ര തന്നെ ഉണ്ട് കേട്ടോ അത്, കനാല്. ആഹാ, അടിപൊളിയാണല്ലോ. പെഡൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെല്ലാം ആ ഭാഗത്തേക്ക്. അടിപൊളി. ഇതാണ് മലമ്പുഴ തൂക്കുപാലം. കുലുക്കൊന്നുമില്ല കേട്ടോ. ഞാനിപ്പം ഒരാളായതുകൊണ്ടാണോ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, അതുകൊണ്ട് ആയിരിക്കാം കുലുങ്ങാത്ത. അല്ല എന്നാലും ഉണ്ട്, കുലുക്കണ്ട്. അയ്യോ, പണിപാളോ, പതുക്കെ അങ്ങ് പോയാൽ മതി. വെറുതെ അടിപൊളി. തൂക്കുപാലം 2 കേട്ടോ. ഒന്ന് നമ്മുടെ ഡാമിന് ആ ഷട്ടറിന് തൊട്ടടുത്തുള്ളത്, അതുപോലെ തന്നെ ഒരെണ്ണം ഇതേ ആ ഭാഗത്ത് കാണാം, ആ ബോട്ടിങ്ങിന് തൊട്ടപ്പുറത്ത്. അടിപൊളി അറ്റ്മോസ്ഫിയർ അല്ലേ. ഈ മുകളിൽ കൂടി പോകുന്നതിൻ്റെ പേരെന്താണ് എനിക്കറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ആ നമ്മുടെ മലയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളി അന്തരീക്ഷമാണ്, എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമും അതിൻ്റെ പരിസരവും. യക്ഷി ആൻഡ് നന്ദി പാർക്ക് എന്താണ് അറിഞ്ഞില്ല. പൂക്കൾ പറിക്കരുത്, അത് പറിക്കരുത് കേട്ടോ പൂക്കളൊന്നും. കാരണം ഈ കാഴ്ചകളൊക്കെ എല്ലാവർക്കും കാണേണ്ടതല്ലേ, ആസ്വദിക്കേണ്ടതല്ലേ.
നമ്മുടെ തുണി അഴിച്ചിട്ടിരിക്കുന്ന യക്ഷി, മലമ്പുഴ യക്ഷി. എന്നാലും യക്ഷിക്കൊരു തുണിയൊക്കെ കൊടുക്കായിരുന്നു അല്ലേ? നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. അല്ലെങ്കിൽ എന്ത് സംസ്കാരമല്ലേ? നമ്മുടെ കേരളത്തിലെ കാനായി കുഞ്ഞിരാമൻ മാത്രമേ ഇതുപോലുള്ള പ്രതിമകളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ. നിൻ്റെ പിള്ളേരെന്തിയെ? നിൻ്റെ പിള്ളേരെന്തിയെ? അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഉറങ്ങുന്നുണ്ട് കേട്ടോ. അവരിന്നലെ രാത്രി കണ്ട് പണിയെടുക്കുന്നവരാണ്. ഉറങ്ങട്ടെ. ഒരുപാട് വർഷം പഴക്കമുള്ള ആൽമരം. ഇവിടെ നല്ല തണലുണ്ട് കേട്ടോ. അയ്യോ, മഴ പെയ്തിങ്ങി വരുന്നുണ്ട് കേട്ടോ. പണിയാവും. കൊടയുണ്ട്, എന്നാലും നമ്മളെ വീഡിയോ എടുക്കൽ നടക്കില്ലാന്ന് തോന്നുന്നു. മഴയായതുകൊണ്ടായിരിക്കാം കേട്ടോ ആൾക്കാരൊക്കെ കുറവാണെന്നാണ് പറഞ്ഞത് ആളുകളൊക്കെ. ഇവിടുത്തെ സ്റ്റാഫ് നല്ല മഴ ഇരുന്നുണ്ട് കേട്ടോ. ആ കുന്നിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നുണ്ട് മഴകൾ. നല്ലൊരു മഴ കഴിഞ്ഞു കേട്ടോ. ഞാൻ ആ കടയിലങ്ങ് കയറിയിരുന്നതാണ്. മറ്റൊന്നും ചെയ്യാനില്ല. എല്ലാം കാലിയായി കിടക്കുന്നു. ആൾക്കാരൊന്നും പോകുന്നില്ലേ? ഇപ്പോൾ കുറേ നടക്കാറുണ്ടല്ലോ ഈ ഡാമിൻ്റെ ടോപ്പിലോട്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്ര നടക്കേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇതെവിടെയാണ് ഇപ്പോൾ ഇതിൻ്റെ എൻട്രി? ഞങ്ങളുടെ മരങ്ങളില്ല, ആ ചുവന്നിരിക്കുന്നത് പൂക്കളിലെ. ഇപ്പം പൂവിടുന്ന സമയം കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. കുറേ പച്ചയ്ക്കിടയിൽ ഒരു ചുവപ്പ്. അടിപൊളി. തലയ്ക്ക് മേലെ വലിയൊരു കാറ്റാടി നിൽക്കുന്നുണ്ടോ? ആ ഡാമിൻ്റെ മുകളിലേക്കുള്ള എൻട്രി അതെ ആ ഭാഗത്തൂടെ കേട്ടോ. പിള്ളേരൊക്കെ കയറി പോകുന്നുണ്ട് ആളുകൾ. പിള്ളേർ മാത്രമല്ല, വലിയൊരു കൂടി ഉണ്ട്. ശരിയല്ലേ? അവസാനത്തെ പ്രതീക്ഷ കൈവിട്ടു എന്ന് വിചാരിക്കുന്നിടത്താകും നല്ലൊരു നാളെയുടെ തുടക്കം. പ്രതീക്ഷ കൈവിടരുത് കേട്ടോ. നമ്മളും അങ്ങനെയൊക്കെ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഒരു പ്രതീക്ഷയുണ്ട് എവിടെയെങ്കിലുമൊക്കെ എത്തും എന്നുള്ളത്. ഇതാണ് മലമ്പുഴ ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. ആ മലനിരകളും അതുപോലെ തന്നെ ഡാമും. എനിക്ക് മലനിരകളാണ് ഇഷ്ടപ്പെട്ടത്. എവിടെ പോയാലും മലനിരകൾ തന്നെയാണ് നമ്മുടെ കമ്പം. ഡാമിൽ വെള്ളമില്ല, വെള്ളം കുറവാണ്. പോകുന്നുണ്ടല്ലോ, അത് ഡാം ടോപ്പ് സഫാരി കേട്ടോ. ഈ കയറാൻ പറ്റാത്ത ആളുകളെയൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് കൊണ്ടുവരും. ചുറ്റോട് ചുറ്റും മലമ്പുഴ മലനിരകൾ. ഏറ്റവും നടുക്ക് മലമ്പുഴ ഡാം. അടിപൊളിയല്ലേ? അടുത്ത മഴ പെയ്ത് വരുന്നുണ്ട് മോനെ. പണിയാവുമല്ലോ ഇത്. അതിൻ്റെ പേര് റോപ്പ് വേ റൈഡ് എന്നാണ് കേട്ടോ. ഞാൻ തപ്പി കണ്ടുപിടിച്ചു. എനിക്കറിയില്ലായിരുന്നു അതിൻ്റെ പേരൊന്നും. ഇപ്പോൾ ആൾക്കാരൊക്കെ കയറി തുടങ്ങി. നേരത്തെ മഴ ആയതുകൊണ്ടാണ്. ഡാമിലേക്ക് ഇറങ്ങി പോകാനൊക്കെ പറ്റും, പക്ഷെ നമുക്ക് പറ്റില്ല. അതില്ല, നമ്മളെ കടത്തി വിടില്ല കേട്ടോ. വെള്ളമുണ്ടോ? വെള്ളമുണ്ട്. ആ കിടന്നത് പ്ലുമേരിയോ റുബ്രയാണ് കേട്ടോ. നേരത്തെ നമ്മൾ ആൽബം കണ്ടില്ലേ, അതുപോലെ റുബ്ര. ഇവിടെ നമുക്കുള്ളതൊന്നുമില്ല കേട്ടോ. ഇവിടെ പിള്ളേർക്കുള്ള പാർക്കാണ്. ആ റോപ്പ് വേയിലേക്ക് പോകണം. നോക്കട്ടെ ഇതിൻ്റെ പൈസ എത്രയാണ് നോക്കട്ടെ. അത് നോക്കിയിട്ട് ചെയ്യില്ല. ഇതിനകത്ത് തന്നെ പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങളൊക്കെ സാധിക്കണമെങ്കിൽ ബുദ്ധിമുട്ടില്ല, പൈസ കൊടുത്താൽ മതി. ആഹാ, അടിപൊളി. നല്ല തണലും. ഇതെന്താണ്? നെല്ലിക്ക മരോ? അതെ, നെല്ലിമരം കേട്ടോ. നെല്ലിക്ക ഇല്ല, നെല്ലിക്ക എന്തായാലും കാണൂല.